കരങ്ങൾ ഉയർത്തിയൊരല്ലേലൂയ പറയാം. ഒരു വേദഭാഗം നമുക്ക് ചിന്തയ്ക്കായിട്ട് എടുക്കാം. ശമൂവേലിന്റെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ നിന്ന്. ഒരു വ്യക്തി പെട്ടകം നിമിത്തം അനുഗ്രഹം പ്രാപിച്ചു എന്ന് കേട്ട മാത്രയിൽ മറ്റൊരു വ്യക്തി അങ്ങനെങ്കിൽ എനിക്കും ഈ പെട്ടകം നിമിത്തമുള്ള അനുഗ്രഹം വേണം എന്ന് പറഞ്ഞ് ആ പെട്ടകത്തെ, അനുഗ്രഹിക്കുന്ന പെട്ടകത്തെ തൻ്റെ പട്ടണത്തിലേക്ക്, നഗരത്തിലേക്ക് കൊണ്ടുവരാൻ തുനിയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ആ വായിച്ച് കേട്ടത്. ശ്രദ്ധിക്കണം. ഒരു വ്യക്തി പെട്ടകം നിമിത്തം അനുഗ്രഹം പ്രാപിച്ചു എന്ന് കേട്ട മറ്റൊരു വ്യക്തി എനിക്കും ഈ പെട്ടകം നിമിത്തമുള്ള അനുഗ്രഹം വേണം എന്ന് ചിന്തിച്ച് ആ പെട്ടകത്തെ തൻ്റെ പട്ടണത്തിൽ, നഗരത്തിൽ കൊണ്ടുവരുവാൻ ഇറങ്ങിത്തിരിച്ച അനുഭവത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ പെട്ടകം നിമിത്തം അനുഗ്രഹം പ്രാപിച്ച വ്യക്തി ആരാണെന്ന് നമുക്കറിയാം. ഓബേദ് ഏദോം. ഈ അനുഗ്രഹം ഓബേദ് ഏദോം പ്രാപിച്ചത് നിമിത്തം എനിക്കും ഈ അനുഗ്രഹം വേണമെന്ന് പുറപ്പെട്ട വ്യക്തിയെയും നമുക്കറിയാം, ദാവീദ്. ദൈവത്തിന്റെ ആരാധനയാണ്, ദൈവികമായ ആരാധനയെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ പെട്ടകം. ഒരാൾ അനുഗ്രഹം പ്രാപിക്കുന്നത് മനസ്സിലാക്കിയ മറ്റൊരാൾ എനിക്കും ഈ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞ് കടന്നു വരികയാണ്. നമുക്കറിയാം, ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. മതി. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അന്നേരം അവനും അകത്ത്, കല്ലറയ്ക്കകത്ത് കയറി സംഭവം കണ്ടു. അതിന് 5-ാം വാക്യം തുടങ്ങി ഒന്ന് വായിച്ചേ. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. ആദ്യം കല്ലറയ്ക്കൽ വന്ന വ്യക്തി അവൻ കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അവൻ അകത്തേക്ക് കയറിയില്ല, പുറത്ത് നിൽക്കുക. എന്നാൽ മറ്റേ ശിഷ്യൻ, വേറൊരു ശിഷ്യൻ ഓടി. അത് ആരൊക്കെയാ ഓടിയെന്നറിയാമോ? ഒന്ന് പത്രോസ്, മറ്റൊന്ന് യോഹന്നാൻ. ഇവർ രണ്ടുപേരുമാണ് കല്ലറയ്ക്കലേക്ക് ഓടിയത്. യോഹന്നാൻ ചെറുപ്പക്കാരനായതുകൊണ്ട് അവൻ വളരെ വേഗതയിൽ ഓടി കല്ലറയ്ക്കലെത്തി. പക്ഷെ അകത്ത് കയറിയില്ല. അവന് ശീലകൾ കിടക്കുന്നത് കണ്ടപ്പോൾ അതിലങ്ങ് സംതൃപ്തരായി അവിടെ നിന്നു. എന്നാൽ പുറകെ ഓടി വരുന്ന പത്രോസ് അങ്ങനെയല്ല. അവൻ ഓടി, അവന്റെ ഓട്ടം തികച്ചത് കല്ലറയ്ക്കകത്ത് വന്ന ഉയർപ്പിൻ വ്യാപാര ശക്തിയുടെ പുറത്ത് ഒരുവൻ സംതൃപ്തി അടഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊരുവൻ അതല്ല, ഉയർപ്പിൻ വ്യാപാരത്തിന്റെ അകത്ത് കയറിയ അവൻ സംതൃപ്തി അടഞ്ഞത്. സോദരം, ഈ അകത്ത് കയറിയ പത്രോസിന്റെ ജീവിതത്തിൽ ഏതാണ്ടൊക്കെ ഭാവവ്യത്യാസങ്ങൾ കണ്ട പുറത്ത് നിൽക്കുന്ന യോഹന്നാൻ അവന് ഉടനെ എന്ത് ചെയ്തു? അകത്തേക്ക് കയറി. അപ്പൊ അകത്ത് കയറിയവന്റെ ജീവിതത്തിൽ വ്യത്യാസം കണ്ടിട്ട് വേണം പുറത്ത് നിൽക്കുന്നവൻ അകത്തേക്ക് വരാൻ. ഇത് അകത്ത് കയറിയവന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അകത്ത് കയറിയവന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസവുമില്ല. മനസ്സിലായി കാണും.
ദൈവസഭയ്ക്കകത്ത് കയറിയവന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസവുമില്ല. പിന്നെങ്ങനെ പുറത്തു നിൽക്കുന്നവൻ ദൈവസഭയ്ക്കകത്തേക്ക് കയറി വരുന്നത്? ശ്രദ്ധിക്കണം, ലോകം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. പുറത്തു നിൽക്കുന്ന യോഹന്നാൻ അകത്ത് കയറിയ പത്രോസിനെ നോക്കിക്കൊണ്ടിരിക്കുക. അവന്റെ ജീവിതത്തിലെ വ്യത്യാസം കാണാൻ, വ്യത്യാസം, അവന്റെ മുഖത്തിന്റെ ഭാവമൊക്കെ മാറുന്നതും വലിയ സന്തോഷമൊക്കെ കണ്ടപ്പോഴാ പുറത്തു നിന്ന യോഹന്നാനും അകത്ത് കയറിയത്. അപ്പൊ അകത്ത് കയറിയവന്റെ ജീവിതത്തിൽ എന്തോ വേണം? വ്യത്യാസം വേണം. വ്യത്യാസം വേണം. പണ്ട് സിനിമ കാണുന്നവനാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ മൊബൈലിൽ കൂടി കാണണം, അല്ലേ? പണ്ട് ഷാപ്പിൽ പോയി മദ്യപിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഷാപ്പിൽ പോകത്തില്ല. കാരണം നാട്ടുകാർ കണ്ടാലോ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുടിയ. പണ്ട് പുകവലിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വ്യത്യാസം, ഒരു വ്യത്യാസം വേണം, ഒരു വ്യത്യാസം വേണം. ഞാൻ മല്ലശ്ശേരിയിൽ ചെന്നപ്പോൾ അവിടെ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്, മിലിറ്ററിയുടെ വലിയ വലിയ പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ, കമാൻഡർ, വലിയ പോസ്റ്റാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ സാക്ഷ്യമാ, പാസ്റ്ററെ എനിക്ക് ഫ്രീ ആയിട്ട് മദ്യം കിട്ടും, ഫ്രീ ആയിട്ട് മദ്യം കിട്ടുമെന്ന്. പലരും മദ്യം കുടിക്കത്തില്ല, പക്ഷേ ഫ്രീ ആയി കിട്ടുന്ന മദ്യം വാങ്ങിച്ച് മറിച്ച് വിൽക്കും. മറിച്ച് സ്വത്രമില്ലല്ലോ. നീ കുടിക്കത്തില്ലെങ്കിൽ നീ മറിച്ച് വിൽക്കാനും പാടില്ല. സ്വത്രം, നീ മദ്യപിക്കത്തില്ലെങ്കിൽ മറ്റുള്ളവരെ മദ്യപിപ്പിക്കാൻ പ്രേരണ കൊടുക്കരുത്. ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാ. അകത്ത് കയറിയവന്റെ ജീവിതത്തിലെ വ്യത്യാസം കണ്ടിട്ട് വേണം പുറത്തു നിൽക്കുന്ന വ്യക്തിക്ക് അകത്തു വരാൻ. സോദരം, വേദപുസ്തകം വ്യക്തമായി പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പ്രസ്താവിച്ചതുപോലെ വീണ്ടും പറയുന്നു. അപ്പൊ പാപവഴികളിൽ ജീവിക്കുന്ന വ്യക്തി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല, ദൈവരാജ്യം കാണത്തില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു വേർപാട് വേണം, വേർപാട്. പഴയ സ്വഭാവങ്ങൾ പിന്നെയും നമ്മിൽ കടന്നു വരാൻ പാടില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന, പുതിയ സൃഷ്ടി. നാം യേശുവിനെ സ്നാനത്തിൽ, കഴിഞ്ഞ ആഴ്ച 4 പേര് സ്നാനപ്പെടാനിടയായി. നാം യേശുവിനെ സ്നാനത്തിൽ എന്ത് ചെയ്യുക? ധരിക്കുക. അപ്പൊ നമ്മെ കാണുന്ന വ്യക്തി ആരെയാ കാണുന്നത്? യേശുവിനെയാ കാണുന്നത്. യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കാണണം. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമല്ല കാണേണ്ടത്, പകരം യേശുവിനെ കാണണം. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ പെട്ടക നിമിത്തം ഒരാൾ അനുഗ്രഹം പ്രാപിച്ചു. അത് കണ്ട് മനസ്സിലാക്കിയ മറ്റൊരാൾ എനിക്കും ഈ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് ആ പെട്ടകത്തെ തന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്.
നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ 3 തരം പെട്ടകങ്ങൾ കാണാൻ കഴിയും. 3 തരം പെട്ടകങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ഇതെടുക്കാം. ഉൽപ്പത്തി പുസ്തകം, 1-ാമത്തെ പെട്ടകം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. എന്തിനാണെന്ന് നമുക്കറിയാം. ന്യായവിധിയുടെ വെള്ളം ഭൂമിയെ വിഴുങ്ങിയപ്പോൾ ഈ പെട്ടകത്തിന് കയറിയ 8 പേർ. ആരൊക്കെ? നോഹ, ഭാര്യ, 3 മക്കൾ, 3 ആൺപിള്ളേര്, അവരുടെ ഭാര്യമാർ. അങ്ങനെ 8 മക്കൾ, 8 പേർ രക്ഷ പ്രാപിച്ചു പെട്ടകത്തിനകത്ത്. അപ്പൊ ഈ പെട്ടകം ചൂണ്ടിക്കാട്ടുന്നത് മാനസാന്തരത്തെയാണ്. ന്യായവിധിയിൽ നിന്നുള്ള രക്ഷ, ന്യായവിധിയിൽ നിന്നുള്ള രക്ഷ. സ്തോത്രം. അതായത് ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷപ്പെടിയിൽ അത് മാനസാന്തരത്തെ ചൂണ്ടിക്കാട്ടുന്നു. അപ്പൊ നോഹ പണിത പെട്ടകം മാനസാന്തരത്തെ കാണിക്കുകയാണ്. അവിടെ ഒരു പ്രമാണം കൂടെ ഞാൻ ഓർപ്പിക്കാം. ദൈവം തമ്പുരാൻ നോഹയോട് പറഞ്ഞു, നോഹേ, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ഗോഫർ മരം കൊണ്ട്. ഇവൻ എന്ത് ചെയ്ത് കാണും? തൻ്റെ പറമ്പിലുള്ള ഗോഫർ മരം എല്ലാം വെട്ടിക്കാണും. അത് തികയാതെ വന്ന സ്ഥാനത്ത് അവൻ തൻ്റെ പറമ്പ് വിറ്റ് വേറെ ഗോഫർ മരങ്ങൾ വാങ്ങിക്കാണും. അവിടെ ദൈവം കൊടുത്ത പ്രമാണത്തിന് ഒരു എക്സ്ക്യൂസ് ഇല്ല, ഒരു എക്സ്ക്യൂസ് ഇല്ല. ശ്രദ്ധിക്കണം, ഒരു എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. ഗോഫർ മരം കിട്ടാത്ത സ്ഥാനത്ത് തേക്ക് മരം കൊണ്ട് പണിയാൻ പ്രമാണമില്ല. ഗോഫർ മരം കൊണ്ട് പണിയണമെന്ന് പറഞ്ഞാൽ ഗോഫർ മരം കൊണ്ട് മാത്രം ആയിരിക്കണം പണി മുഴുവനും. ദൈവം നമുക്ക് തന്ന ഉപദേശത്തിൽ ഒരിക്കലും അയയാൻ പാടുള്ളതല്ല. സ്വത്രം. അപ്പൊ 1-ാമത്തെ പെട്ടകം കാണിക്കുന്നത് മാനസാന്തരത്തെയാണ്. മാനസാന്തരം. 2-ാമത് കാണുന്ന പെട്ടകം എടുക്കാം നമുക്ക്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പെട്ടകം വാങ്ങി അകത്തും പുറത്തും കീല് പശയും കീലും തേച്ചു. മതി. അതിനകത്ത് മോശയെ കിടത്തി വിട്ടു. ഒരു ഞാങ്ങണ പെട്ടകം, ഞാങ്ങണ കൊണ്ടുണ്ടാക്കിയ പെട്ടകം. ഇതെന്തിനെ കാണിക്കുന്നു? ഈ പെട്ടകം ആ നീല നദിയില്, ആ നൈൽ നദിയിൽ ഇങ്ങനെ ഒഴുകി ഞാങ്ങണയുടെ ഇടയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോഴാണ് ഫറവോന്റെ പുത്രി അവിടെ കുളിപ്പാൻ വരുന്നത്. അവൾ ഈ പേടകം കണ്ടു, ഈ പെട്ടകം കണ്ടു. ദാസിമാരോട് പറഞ്ഞു അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അത് എടുത്തുകൊണ്ട് വന്നപ്പോൾ അതിനകത്തൊരു എബ്രായ കുഞ്ഞ്, ഒരു എബ്രായ കുഞ്ഞ്. ആ സെന്റൻസ് ശ്രദ്ധിച്ചോണം എല്ലാവരും. ഇവനെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൻ എന്തോ പേരിട്ടെന്നാ? മോശ എന്ന് പേരിട്ടു. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് മോശ എന്ന് ഫറവോന്റെ പുത്രി പേരിട്ടു. അങ്ങനെയെങ്കിൽ ഈ പെട്ടകം ചൂണ്ടിക്കാട്ടുന്നത് വെള്ളത്തിൽ നിന്ന് എടുത്തതായതുകൊണ്ട് സ്നാനത്തെ കാണിക്കുക. രക്ഷിക്കപ്പെട്ട വ്യക്തി 2-ാമത് ഈ പെട്ടകത്തിൽ കയറണം. അതായത് സ്നാനമാകുന്ന പെട്ടകം, മാനസാന്തരമാകുന്ന പേടകത്തിൽ കയറിയവർ 2-ാമത് സ്നാനം എന്ന പെട്ടകത്തിനകത്ത് കയറിയേ മതിയാവും. സ്നാനപ്പെട്ടേ മതിയാവും.
സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നെങ്കിൽ നീ സ്നാനപ്പെട്ടേ മതിയാവും. സ്നാനപ്പെടണം. Praise the Lord. മൂന്നാമത്തെ പെട്ടകമാണ് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10-ാമത്തെ. ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ആ, അതിന് 2.5 മുഴം നീളം. ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. മതി. ഖദിരമരം കൊണ്ടുള്ള പെട്ടകം. അപ്പൊ ഈ 3 പെട്ടകങ്ങളും 3 വ്യത്യസ്ത തടികൾ കൊണ്ട് പണിത പെട്ടകങ്ങളാണ്. നോഹ പണിത പെട്ടകം ഗോഫർ മരം കൊണ്ട്, മോശയ്ക്ക് വേണ്ടി പണിത പെട്ടകം ഞാങ്ങണ കൊണ്ട്, ആരാധനയുടെ പെട്ടകമാകുന്ന ആലയത്തിൽ വെക്കപ്പെടേണ്ട പെട്ടകം ഖദിര മരം കൊണ്ട്. ആ ഖദിര മരം കൊണ്ടുള്ള പെട്ടകം ചൂണ്ടിക്കാട്ടുന്നത് ആരാധനയാണ്. ഈ ദൈവമക്കളുടെ ആരാധനയ്ക്കകത്ത് ഏതെല്ലാം വസ്തുക്കൾ ഉണ്ടായിരിക്കണം? നമ്മുടെ വേർപെട്ട ദൈവമക്കളുടെ ആരാധനയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? നമുക്കെടുക്കാം. പുറപ്പാട് പുസ്തകം, എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതിൽ പൊന്ന് കൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്ന് പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന നിയമപ്പെട്ടകത്തിനകത്ത് മന്ന ഇട്ടു വെച്ചിരിക്കുന്ന പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനും മീതെ കൃപാസനത്തെ മൂടുന്ന. അപ്പൊ ഈ പെട്ടകത്തിനകത്ത് ശ്രദ്ധിക്കണം. ഈ പെട്ടകം ഏതു മരം കൊണ്ടാ പണിയേണ്ടത്? ഖദിരമരം. ഖദിരമരം എന്ന് പറഞ്ഞാൽ ആരുള്ളത്? കറുത്ത കറുകറാന്നിരിക്കുന്നത്. പക്ഷെ ഈ പെട്ടകത്തിന്റെ നിറം പുറത്ത് കാണാതിരിക്കാൻ അത് പൊന്നുകൊണ്ട് എന്ത് ചെയ്യണം? പൊതിയണം. പൊന്നുകൊണ്ട് പൊതിയണം. അപ്പൊ ഏതൊരു വ്യക്തി നോക്കിയാലും ഈ ഖദിരമരത്തെ കാണത്തില്ല, പകരം കാണുന്നത് എന്തായിരിക്കും? പൊന്ന. ദൈവമക്കളെ, നമ്മെ കാണുന്നവർ നമ്മെ അല്ല കാണേണ്ടത്, നാം ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ കാണണം. സ്വതന്ത്രം. ഇനി ഈ പെട്ടകത്തിനകത്തെ 3 വസ്തുക്കൾ നമുക്കെടുക്കാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 33-ാമത്തെ. അഹരോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരിടങ്ങഴി മന്നായിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ പെട്ടകത്തിനകത്ത് വെക്കപ്പെടേണ്ട ഒന്നാമത്തെ വസ്തു ഒരിടങ്ങഴി മന്ന. ഒരിടങ്ങഴി മന്ന. എന്താ ദൈവം അങ്ങനെ കൽപ്പന കൊടുക്കാൻ കാരണം? ഇവരുടെ പൂർവ പിതാവായ അബ്രഹാം ഒരിക്കൽ നട്ടുച്ച നേരത്ത് തന്റെ കൂടാരവാതിക്കൽ അവൻ ഇരിക്കുമ്പോൾ 3 പുരുഷന്മാർ തനിക്ക് നേരെ കടന്നു വരുന്നത് ഇവൻ കാണും. ഇവൻ ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞ് അവരോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കൂടാരത്തിലേക്ക് വരാം. അതവിടെ എൻ്റെ കൂടാരത്തിന്റെ വാതിക്കൽ ഒരു വൃക്ഷമുണ്ട്, അതിന്റെ ചുവട്ടിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകാം, അല്പം ആഹാരം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് അബ്രഹാം ഈ 3 പേരെ തന്റെ കൂടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇവർ വന്ന് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുക. ശ്രദ്ധിക്കണം, അബ്രഹാമിന്റെ കൂടാരത്തിലെ അവന്റെ കൂടാരത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ കൂടാരം മാറ്റിയടിച്ചു പോയെന്നാണ്. പലയിടത്തും ബേഥേലിൽ കൂടാരമടിച്ചു, ഗിൽഗാലിൽ കൂടാരമടിച്ചു, പല സ്ഥലങ്ങളിൽ അവൻ കൂടാരമടിച്ചിങ്ങനെ പോവാം. പക്ഷെ ഇവന്റെ കൂടാരത്തിനൊരു പ്രത്യേകതയുണ്ട്.
അതിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളുടെ ചുവട് ദൈവത്തിന്റെ ദൂതന്മാർക്കും ദൈവത്തിനും ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇന്ന് ചില വീടുകളിൽ ചെന്നാൽ വെളിയിലുള്ള വൃക്ഷത്തിന്റെ ചുവടല്ല, വീട്ടിനകത്തിരിക്കാൻ കൊള്ളത്തില്ല. അയ്യോ, വലിച്ചു വാരിയായിട്ടിരിക്കുന്നു. ഈ പല വീടുകളിൽ ഞാൻ പോകുന്നതുകൊണ്ട് എനിക്കറിയാം, നിങ്ങൾ വലിച്ചു വാരിയായിട്ടിരിക്കുന്നത്. അത് പോകട്ടെ, അബ്രഹാമിന്റെ കൂടാരത്തിന്റെ പുറത്ത് വൃക്ഷത്തിന്റെ ചുവട് ദൈവത്തിനും ദൂതന്മാർക്കും ഇരിക്കാൻ പറ്റിയ വിധത്തിലായി. സ്വത്രം ഒന്നുകൂടെ വ്യക്തമാക്കി ഞാൻ പറഞ്ഞാൽ, പുറമേയുള്ള ശുദ്ധിയെ കുറിച്ചല്ല ഞാൻ ഈ പറയാൻ പോകുന്നത്. നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവന് ഇരിക്കാൻ കൊള്ളാകുന്ന നിലവാരത്തിൽ വെടിപ്പായിരിക്കണം നമ്മുടെ ജീവിതം എന്ന്. സ്തോത്രം. ഇന്ന് പല ഇടങ്ങളിലും ദൈവത്തിന് കയറി വന്നിരിക്കാൻ കൊള്ളാത്ത നിലവാരത്തിലാണ്. ഈ പണ്ടൊരു ട്രാക്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു ട്രാക്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. തമ്പിയുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടുണ്ട് ചില. തമ്പിയുടെ ഹൃദയം. ഈ തമ്പിയുടെ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ നോക്കിയാൽ എന്തെല്ലാം ദുഷ്ടജന്തുക്കളാണെന്നറിയാം. തവള ഇരിപ്പുണ്ട്, പാമ്പിരിപ്പുണ്ട്, ഈ പുലി ഇരിപ്പുണ്ട്, കരടി ഇരിപ്പുണ്ട് ഈ തമ്പിയുടെ ഹൃദയത്തിനകത്ത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം ഈ തമ്പിയുടെ ഹൃദയത്തിലേക്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മൃഗങ്ങളെല്ലാം പുറത്തേക്ക് പോയി. അവന്റെ അകത്ത് ഒരു ഇരിപ്പിടം, അതിനകത്തിരുന്ന പിശാചും പുറത്തേക്ക് പോയി. സ്തോത്രം. ദൈവത്തിന്റെ തേജസ് ആ സിംഹാസനത്തിൽ, ആ ഇരിപ്പിടത്തിൽ ഇരിക്കത്തക്കവണ്ണം അത് വെടിപ്പുള്ളതായി തീർന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, എന്റെയും നിന്റെയും ജീവിതം ദൈവത്തിന് വാസയോഗ്യമായി ആക്കണം. സ്തോത്രം. ഇവിടെ ഈ അബ്രഹാം തന്റെ ഭവനത്തിലേക്ക് വന്ന ഈ കർത്താവിനും ദൂതന്മാർക്കും, അതിലൊരു വ്യക്തി ദൈവമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്ന, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ നിൽക്കുകയായിരുന്നു അബ്രഹാം. രണ്ട് ദൂതന്മാർ സൊദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കാൻ പോയപ്പോൾ അബ്രഹാം ദൈവസന്നിധിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പൊ ആ മൂന്നാമത്തെ വ്യക്തി ദൈവമായിരുന്നു. ഈ തന്റെ കൂടാരത്തിലേക്ക് വന്ന ഈ മൂന്ന് വ്യക്തികൾക്ക് അബ്രഹാം കൂടാരത്തിലേക്ക് ചെന്ന് എന്തോ എടുത്തെന്നാ പറഞ്ഞേ, മൂന്നിടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പം ചുട്ടു. തൊഴുത്തിൽ ചെന്ന് തടിച്ചതും കൊഴുത്തതുമായ കാളക്കിടാവിനെ അറുത്ത് അതിന്റെ മാംസവും പാകം ചെയ്തു ഇവർക്ക് കൊടുത്തു. ദൈവം തമ്പുരാൻ ആർക്കും കടക്കാരൻ അല്ല. നാം കൊടുക്കുന്ന അളവിനാൽ തന്നെ നമുക്ക് കിട്ടും. ദൈവത്തിന് വേണ്ടി നാം കൊടുത്താൽ അവൻ നമുക്ക് മറിച്ച് തരുന്നത്, തിരിച്ചു തരുന്നത് അളവ് കൂടാതെയല്ലോ. അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് അവൻ നമുക്ക് നൽകുന്ന ദൈവമാസ്തം. ഇവിടെ ദൈവം, ഈ അബ്രഹാം ദൈവത്തിനും ദൂതന്മാർക്കും ഓരോ ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ചപ്പം ചുട്ടു കൊടുത്തപ്പോൾ അവന്റെ പിൻതലമുറയ്ക്ക് മരുഭൂമിയില് 40 വർഷങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഓരോരുത്തന് ഓരോ ഇടങ്ങഴി മന്ന വെച്ച് ദൈവം അവരെ പോഷിപ്പിച്ചെങ്കിൽ
ഇന്ന് പകൽ ദൈവവൈതലേ, അവൻ നിന്നെ പുലർത്തുവാൻ ശക്തനാ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നവനും കരുതുന്നവനുമാണ്. സ്തോത്രം. ഓരോയിടങ്ങളിൽ ഇവർ കനാനിൽ പ്രവേശിച്ച ശേഷം ഇവർ വിതച്ചു, ഇവർ വൃക്ഷ നട്ടു, ഫലം കൊയ്ത് കഴിഞ്ഞപ്പോൾ, കനാനിൽ പ്രവേശിച്ചു, ഫലം കൊയ്ത് കഴിഞ്ഞപ്പോൾ ഈ മന്ന നിന്നുപോയി. മന്ന നിന്നുപോയി. പിന്നെ മന്ന ഇല്ല. പക്ഷെങ്കിൽ പിൻതലമുറ അറിയണം. അറിയാൻ വേണ്ടി ഒരിടങ്ങഴി മന്ന ഒരു പൊൻപാത്രത്തിൽ വെച്ച് അടച്ച് ഈ പെട്ടകത്തിനകത്ത് വെക്കാൻ ദൈവം പ്രമാണം. പിൻതലമുറ നമ്മളത് കാണാൻ പോവാ അല്ലേ? കാണാൻ ആഗ്രഹമുണ്ടോ? ആ മന്ന അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ പോയാൽ മതി. കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ അക്കരയ്ക്ക് പോയാൽ മതി സ്വർഗത്തിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ദൈവം തമ്പുരാൻ തരുന്ന ഒരു വസ്തുതയാണ് മറഞ്ഞിരിക്കുന്ന മന്ന. എന്തിനു തരുമെന്നാ പറഞ്ഞേ? മറഞ്ഞിരിക്കുന്ന മന്ന നമുക്ക് തിന്നാൻ തരും, ഭക്ഷിക്കാൻ തരും. സ്തോത്രം. മന്ന നാം അത് കാണാൻ പോകുക. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പൊ ഒരിടങ്ങഴി മന്ന അപ്രകാരം കൊടുത്തതിനനുസരിച്ച് അവന്റെ തലമുറയെ 40 വർഷങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ. പ്രിയ ദൈവമക്കളെ, നാം കർത്താവിന് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണ്. നാം അതിന് ഓരോരുത്തരും സാക്ഷികളാണ് അല്ലേ? ഇന്ന് നമ്മുടെ തലമുറ അനുഗ്രഹം പ്രാപിപ്പാൻ കാരണം എന്താണെന്നറിയാമോ? നാം കർത്താവിന് വേണ്ടി ചെലവിട്ടത് കൊണ്ടാണ്. കർത്താവിന്റെ വേലയ്ക്ക് നാം ചെലവിട്ടത് കൊണ്ടാണ് നമ്മുടെ തലമുറ ഇന്ന് നന്മ അനുഭവിപ്പാനിടയായി തീർന്നത്. മടങ്ങി വരട്ടെ. ഒരിടങ്ങഴി മന്ന. 2 സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു വരാം. 17-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിക്കാം. മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോടും ഓരോ വടി വീതവും 12 വടി വാങ്ങി ഓരോരുത്തന്റെ വടിമേൽ അവന്റെ പേരെഴുതുക. ലേവിയുടെ വടിമേലോ അഹരോന്റെ പേരെഴുതണം. ഓരോ ഗോത്രത്തലവന് ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 8-ാം വാക്യം. പിറ്റേന്നാൾ മോശ സാക്ഷ്യ കൂടാരത്തിൽ കടന്നപ്പോൾ ലേവ്യഗ്രഹത്തിലുള്ള അഹരോന്റെ വടി തളർത്തിരിക്കുന്നത് കണ്ടു. അത് തളർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. 12 ഗോത്രങ്ങളിൽ നിന്ന് 12 വടികൾ എടുത്ത് ഒരുമിച്ച് കെട്ടി. അത് ലേവി ഗോത്രത്തിലെ വടിക്ക് അഹരോൻ എന്ന് പേരും എഴുതി. ഈ 12 വടികളും കൂടെ ഒരുമിച്ച് സമാഗമന കൂടാരത്തിനകത്ത് കൊണ്ടുപോയി വെച്ചു. പിറ്റേ ദിവസം മോശ രാവിലെ എഴുന്നേറ്റ് കൂടാരത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അഹരോന്റെ പേരെഴുതിയ വടി തളർത്തു, പുഷ്പിച്ചു, ബദാം കായ്ച്ചു. സ്വത്രം. ശ്രദ്ധിക്കണം. പൊടുന്നനെ പെട്ടെന്നങ്ങ് ബദാം കായ്ക്കല്ലായിരുന്നു. ആദ്യം എന്ത് ചെയ്തു? ഒരു തളിർപ്പ് വന്നു. 2 ഇല അല്ലെ 4 ഇല, ഒരു തളിർപ്പ് വന്നു. രണ്ടാമത് ഫലം വരുന്നതിന് മുമ്പ് എന്തോ വേണം? പൂക്കണം അല്ലേ? പൂക്കണം, പൂ വരണം, അത് സൗരഭ്യം പരക്കണം. അത് കഴിഞ്ഞാണ് ഫലം പുറപ്പെടുന്നത്. അപ്പൊ നോക്കിയ ആ പ്രോസസ് ഒന്ന് നോക്കിക്കേ. സ്തോത്രം. ആ പ്രോസസ് ഒന്ന് ശ്രദ്ധിച്ച്. ആദ്യം തളിർത്തു, പിന്നെ പുഷ്പിച്ചു, പിന്നെ ഫലം കായ്ച്ചു. സ്തോത്രം. ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ ഇതേ രീതിയിലായിരിക്കണം ദൈവത്തിന് പ്രയോജനപ്പെടുന്നത്.
Praise the Lord. ഗ്രാജുവലായി പടിപടിയായി ഈ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു അല്ലേ? ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. എന്തായിട്ട് അഭിഷേകം ചെയ്ത്? ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത്. ഉടൻ തന്നെ അവൻ സിംഹാസനം എടുത്തിട്ട് അവിടെ കയറി കാലും വെച്ച് കയറി എന്നിരുന്നോ? ഞാൻ രാജാവാണ്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുക എന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. അവൻ ആദ്യം ഒരു സിംഹത്തെ കൊന്നു, രണ്ടാമത് ഒരു കരടിയെ കൊന്നു, മൂന്നാമത് ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ കൊന്നു. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവൻ രാജാസ്ഥാനത്തെത്തിയെങ്കിൽ ഇന്നൊരു പകൽക്കാലം ദൈവമൈതലേ, നിന്റെ ജീവിതത്തിൽ അവൻ പടിപടിയായി അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. Praise the Lord. സ്തോത്രം. പടിപടിയായി ആദ്യം ഇലകൾ വന്നു, രണ്ടാമത് പുഷ്പിച്ചു പൂ വന്നു, മൂന്നാമത് ബദാം. ഈ അഹരോന്റെ അടുക്കൽ ചെന്ന് നമുക്കൊന്ന് ചോദിക്കാം, അഹരോനെ നിനക്ക് എന്നാ പ്രത്യേകതയുണ്ട്? അവൻ പറയും, എനിക്ക് ഒരു പ്രത്യേകതയുമില്ല, മറ്റുള്ളവരുടെ വടി പോലെയായിരുന്നു എന്റെയും വടി, ഒരു വ്യത്യാസവുമില്ല. പക്ഷെങ്കിൽ ദൈവത്തിന് എന്നോട് കരുണ തോന്നിയിട്ട്, ദൈവത്തിന് എന്നോട് ദയ തോന്നിയിട്ട് അവന്റെ ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാ. യോഗ്യത ഉണ്ടായിട്ടല്ല, ആമേൻ, യോഗ്യത ഉണ്ടായിട്ടല്ലെന്ന്. രണ്ട്, അത്ഭുതങ്ങൾ നടക്കണം, ശുശ്രൂഷയുടെ വടി. മൂന്ന്, ദൈവത്തിന്റെ വചനമാകുന്ന രണ്ട് കൽപ്പലകകൾ ഉണ്ടായി. എന്നാൽ ശ്രദ്ധിക്കൂ, ഓടിച്ച് നമുക്ക് വായിക്കാൻ സമയം പോയതുകൊണ്ട് ഈ പെട്ടകം പല ഇടങ്ങളിൽ പോയി. എടുക്കാൻ നമുക്ക് യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 30-ാം വാക്യം. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 30-ാം വാക്യം. അനന്തരം യോശുവ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. യഹോവയുടെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയും ഇരുമ്പ് തൊടുവിക്കുകയും. താഴോട്ട് വായിച്ചാൽ പെട്ടകം ഗിൽഗാലിൽ പോയി. യഹോവയുടെ പെട്ടകം ഗിൽഗാലിൽ പോയി, അവിടെ കുറെ നാളിരുന്നു. രണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 27 മുതൽ. ന്യായാധിപന്മാർ 20-27 മുതൽ. പിന്നെ ഇസ്രായേൽ മക്കളെ യഹോവയോട് ചോദിച്ചു, അക്കാലത്ത് ദൈവത്തിന്റെ നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നു. അഹരോന്റെ മകനായ എലിയാസ് പെട്ടകം ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്ക് പോയി. ബേഥേലിൽ കുറെ കാലം ഈ പെട്ടകം ഇരുന്നു. 3, ശമൂവേലിന്റെ 1-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് അതിനെ ഏബെനേസരിൽ നിന്ന് ഫെലിസ്ത്യരുടെ ദേശത്ത് ഈ പെട്ടകം കൊണ്ടുപോയി. നമുക്കറിയാം, ദാഗോന്റെ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുവച്ച സംഭവം. അപ്പൊ ഈ പെട്ടകം കുറെ നാൾ ഫെലിസ്ത്യ ദേശത്ത് ആയിരുന്നു. അപ്പൊ ഗിൽഗാലില്, ബേഥേലില്, ഫെലിസ്ത്യ ദേശത്ത് പോരാ, ഏകദേശം 450 വർഷങ്ങളോളം ശീലോവിൽ ഈ പെട്ടകം ഇരുന്നു. ശീലോവിൽ ഇത്രയും വർഷങ്ങൾ, ഏറിയ വർഷങ്ങൾ കഴിഞ്ഞ് ശലോമോൻ രാജാവിന്റെ കാലഘട്ടത്തിൽ ദേവാലയം പണിത് ആ ദേവാലയത്തിനകത്ത് ഈ പെട്ടകം കൊണ്ടുവെക്കേണ്ടതിന് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ലേവ്യർ പോയി ആ പെട്ടകം ചുമന്നു കൊണ്ടുവന്നു, ദേവാലയത്തിനകത്ത് വെച്ചു. ശലോമോൻ ജ്ഞാനി ആയതുകൊണ്ട് അവൻ ആ പെട്ടകം കൊണ്ടുവന്ന് അതുപോലെ എടുത്തങ്ങ് വെച്ചില്ല. അവൻ എന്ത് ചെയ്യുന്നറിയോ? പെട്ടകം ഒന്ന് തുറന്നു, പെട്ടകം ഒന്ന് തുറന്നു നോക്കി, ഇതിനകത്ത് എന്തൊക്കെ വസ്തുക്കൾ വേണം
മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പൊൻപാത്രം വേണം, അഹരോന്റെ തളുത്തവടി വേണം, നിയമത്തിന്റെ 2 കൽപ്പലക വേണം. ഈ ശലോമോൻ ഈ പെട്ടകം തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം യഹോവ അവരോട് നിയമം ചെയ്തപ്പോൾ മോശെ ഹോരേബിൽ വച്ച് അതിൽ വെച്ചിരുന്ന 2 കൽപ്പലകൾ അല്ലാതെ പെട്ടകത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അയ്യോ, കണ്ടോ, വർഷങ്ങൾ കഴിഞ്ഞ് ശലോമോൻ പണിത ആലയത്തിൽ ഈ പെട്ടകം കൊണ്ടുവച്ചപ്പോൾ അവനത് തുറന്നു നോക്കി. അതിനകത്ത് 2 കൽപ്പലകയല്ലാതെ മറ്റൊന്നും ഇല്ല, മറ്റൊന്നും ഇല്ല. അതായത് അഹരോന്റെ തളുത്തവടിയില്ല, മന്നായിട്ട് വെച്ചിരുന്ന പൊൻപാത്രവും കാണാനില്ല. 2ഉം നഷ്ടപ്പെട്ടു, എവിടെയോ നഷ്ടപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരരുത്. ദൈവകൃപ ചോർന്നു പോകരുത്. നഷ്ടങ്ങൾ സംഭവിക്കരുത്. എവിടെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവകൃപയിൽ എവിടെങ്കിലും ചോർച്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ സമയത്ത് നമുക്കൊന്ന് മടങ്ങി വരാം, ഒന്ന് ശോധന ചെയ്യാം, കണ്ണുകൾ അടയ്ക്കാം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിനോട് പറ, അപ്പ, എൻ്റെ ജീവിതത്തിൽ എവിടെങ്കിലും ചോർച്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നീ എന്നോട് ക്ഷമിക്കണമേ. അല്പം പോലും ദൈവകൃപയിൽ നിന്ന് പിന്മാറിപ്പോകാതെ അന്ത്യത്തോളം നിൽക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഷുഡമനഹത്തുനി ഈ രണ്ടാമതിരിക്കുന്ന ഒന്ന് കൈ ഉയർത്തിക്ക്. മോളോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഉടമനവ ശത്രുനാഥകസിയാൽ കരുത്തനുഷ്യ. മകളെ, പ്രവചന ശബ്ദം നിന്റെ നാവിന്മേൽ തന്നുകൊണ്ട് ഒരു പ്രവാചകിയായി ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷിക്കത്തക്ക നിലവാരത്തിൽ എനിക്ക് നിന്നെ കരം പിടിച്ചുയർത്തുവാനുണ്ട് എന്നുള്ള വസ്തുത നീ മറക്കരുത്. ഞാൻ വാഗ്ദത്തം ചെയ്ത ശുശ്രൂഷയുടെ അനുഭവങ്ങളിലേക്ക് നിന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ കടത്തിവിടാൻ പോകുകയാണ്. പ്രത്യേക നീ എന്റെ സന്നിധാനത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോ. ചില വെളിപ്പാടുകളും ദർശനങ്ങളും നിന്റെ അധരങ്ങളിൽ കൂടി പ്രവചന ശബ്ദവും പകർന്നെടുത്ത് എനിക്ക് നിന്നെ മാനിപ്പിക്കുവാനുണ്ട്. ജാഗരിക്കട്ടെ, ഞാൻ വിടുവിക്കുന്ന ദൈവമാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എല്ലാ തടസ്സങ്ങൾ, സകല പോരുകൾ ഇപ്പോൾ ശാസിക്കപ്പെടട്ടെ. വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുകയാണ്. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒരു കുറവും സംഭവിക്കാതെ, ഒരു നഷ്ടവും സംഭവിക്കാതെ അന്ത്യത്തോളം നിൽക്കുവാനിടയായി തീരേണ്ടതിന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. പെട്ടക നിമിത്തം ഒരാൾ അനുഗ്രഹം പ്രാപിച്ചത് കണ്ടപ്പോൾ വേറൊരാൾ എനിക്കും ഈ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. അകത്തു കയറിയ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം കാട്ടി നിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മിലെ വ്യത്യാസം കണ്ടിട്ട് വേണം പുറത്തു നിൽക്കുന്ന വ്യക്തി അകത്തേക്ക് വരാൻ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേൽ ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ 2ാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്ന് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, ആമീൻ.